നമസ്കാരം. ഈ ഓഡിയോ പരിപാടി കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദും കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെന്റൽ NGO ആയ ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡോക്ടർ വിവേക് ജിയും ചേർന്ന് തയ്യാറാക്കിയ പഠന സാമഗ്രികളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പരമ്പരയുടെ ഭാഗമാണ്. കേരളത്തിലുടനീളമുള്ള ആരോഗ്യ പ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, പിന്നെ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് ഓറൽ ഹെൽത്ത് കെയർ പരിശീലന സാമഗ്രിയായി ഉപയോഗിക്കാൻ വേണ്ടിയാണിത് പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുട്ടികളുടെ വായിലെ ചില സാധാരണ ശീലങ്ങളെക്കുറിച്ചാണ്, അതായത് ഓറൽ ഹാബിറ്റ്സ്, പിന്നെ പല്ലുകളിൽ കാണുന്ന ചില അസാധാരണത്വങ്ങൾ, ഡെന്റൽ അബ്നോർമാലിറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ വിവരങ്ങൾ വെച്ച് ഒരു കുട്ടിയുടെ പുഞ്ചിരിക്ക് പിന്നിൽ ആരോഗ്യത്തെ ഇതൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം, അല്ലേ? ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നും. അഷേർ. അതെ അതെ, തീർച്ചയായും. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പലതരം ശീലങ്ങൾ വരും പോകും. ചിലതൊക്കെ വളരെ നോർമലാണ്, ചിലത് വളർച്ചയുടെ ഭാഗമായിട്ട് അങ്ങ് മാറും. പക്ഷേ മറ്റു ചില ശീലങ്ങൾ അല്ലെങ്കിൽ പല്ലുകളുടെ ഘടനയിലുള്ള ചില വ്യത്യാസങ്ങൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അത് അവരുടെ പല്ലുകളുടെയും മുഖത്തിന്റെയും വളർച്ചയെ, സംസാരത്തെ, ചിലപ്പോൾ ആത്മവിശ്വാസത്തെ വരെ ബാധിച്ചേക്കാം. അതാണ് കാര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്ഷ്യം ഇതാണ്: ഈ ശീലങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഏറ്റവും പ്രധാനമായി ഒരു ആരോഗ്യ പ്രവർത്തകൻ, ടീച്ചർ അല്ലെങ്കിൽ ഒരു വോളണ്ടിയർ എന്ന നിലയിൽ നിങ്ങൾക്കെങ്ങനെ ഒരു കുട്ടിയുടെ ദന്താരോഗ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ എന്താണ് ഈ ഓറൽ ഹാബിറ്റ്സ് അഥവാ വായ സംബന്ധമായ ശീലങ്ങൾ? ലളിതമായിട്ടൊന്ന് പറയാമോ? ഇത് എപ്പോഴും ഒരു പ്രശ്നമാണോ? ലളിതമായി പറഞ്ഞാൽ, വായു ഉപയോഗിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്ന ഏത് കാര്യത്തെയും ഓറൽ ഹാബിറ്റ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, ഈ വിരൽ കുടിക്കുന്നത്, നാക്ക് തള്ളുന്നത്, ചുണ്ട് കടിക്കുന്നത്, പിന്നെ ഉറക്കത്തിൽ പല്ല് കടിക്കുന്നത്, അങ്ങനെയെല്ലാം. ഇത് സാധാരണയായിട്ട് ഒരു 3 മുതൽ 6 വയസ്സുവരെയുള്ള പ്രായത്തിലാണ് കൂടുതൽ കാണുന്നത്. കുട്ടികൾക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനും ചിലപ്പോ ഒരു ആശ്വാസം കണ്ടെത്താനുമൊക്കെയുള്ള ഒരു വഴിയാണിത്. അതുകൊണ്ട് മിക്ക ശീലങ്ങളും കുട്ടികൾ വളരുമ്പോൾ തനിയെ അങ്ങ് പോകും. ആശ്വാസമായി. അപ്പോ എല്ലാ ശീലങ്ങളും ഒരുപോലെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ചില ശീലങ്ങൾ പ്രശ്നമായേക്കാം. എപ്പോഴാണ് ഒരു സാധാരണ ശീലം ശ്രദ്ധ ആവശ്യമുള്ള ഒന്നായി മാറുന്നത്? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ ശരിക്കും ടൈമിങ്ങിനാണ് പ്രാധാന്യം. അതായത്, കുട്ടിയുടെ സ്ഥിരം പല്ലുകൾ, പെർമനന്റ് ടീത്ത്, വായിൽ വന്നു തുടങ്ങുന്ന പ്രായം, അതായത് ഏകദേശം ഒരു 5-6 വയസ്സ്. ആ പ്രായം കഴിഞ്ഞിട്ടും ഈ ശീലങ്ങൾ ഇങ്ങനെ ശക്തമായി തുടരുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് താടിയെല്ലുകളും പല്ലുകളുമൊക്കെ വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടത്തിലാണ്. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ശീലങ്ങൾ പല്ലുകൾ നിരതെറ്റാൻ, മാലൊക്ലൂഷൻ എന്ന് പറയും, അതിന് കാരണമാവാം. താടിയെല്ലുകളുടെ ശരിയായ വളർച്ചയെ തടസ്സപ്പെടുത്താം. ചിലപ്പോൾ സംസാരത്തിൽ വ്യക്തത കുറവുണ്ടാവാം, സ്പീച്ച് ഇഷ്യൂസ്. ഇവിടെയാണ് നിങ്ങളെപ്പോലുള്ളവരുടെ, കുട്ടികളുമായി അടുത്തിടപഴകുന്നവരുടെ നിരീക്ഷണത്തിന് പ്രാധാന്യം വരുന്നത്. അപ്പോൾ 5-6 വയസ്സിന് ശേഷവും ഈ ശീലങ്ങൾ തുടരുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. നമുക്ക് ഏറ്റവും സാധാരണയായി കാണുന്ന ചില ശീലങ്ങളെയും അവയുടെ സ്വാധീനത്തെയും കുറിച്ച് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാം. ഒരുപക്ഷെ ഏറ്റവും പരിചിതമായത് വിരൽ കുടിക്കുന്നതും, അതായത് തം ഫിംഗർ സക്കിംഗ്, പിന്നെ പാസിഫയർ ഉപയോഗിക്കുന്നതുമാണെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞുങ്ങൾക്കൊരു സേഫ്റ്റി ഫീൽ നൽകുന്ന ഒന്നല്ലേ? ഗർഭപാത്രത്തിൽ വെച്ചുപോലും കുഞ്ഞുങ്ങൾ വിരൽ കുടിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അത് തികച്ചും സ്വാഭാവികമായ ഒരു ആശ്വാസമാർഗമാണ്, ഒരു കംഫർട്ട് മെക്കാനിസം. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ ഇതിനെക്കുറിച്ച് അത്ര ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-5 വയസ്സിനു ശേഷവും ഈ ശീലം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് പല്ലുകളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നല്ല സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, മുകളിലെ മുൻപല്ലുകൾ പുറത്തേക്ക് തള്ളി. ഈ മുയൽപ്പല്ല് പോലെ അല്ലേ? അതെ അതെ, ഓവർജെറ്റ് അല്ലെങ്കിൽ ബണ്ണി ടീത്ത് എന്നൊക്കെ പറയും. അതുപോലെ താഴത്തെ പല്ലുകൾ ഉള്ളിലേക്ക് വലിയാം. പിന്നെ മുൻപല്ലുകൾ തമ്മിൽ കടിക്കുമ്പോൾ ഇടയിലൊരു ഗ്യാപ്പ് വരാം, ഓപ്പൺ ബൈറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ പല്ലുകൾ മൊത്തത്തിൽ നിരതെറ്റാം, ക്രോസ് ബൈറ്റ് ഒക്കെ വരാം. ഓക്കെ. അപ്പോൾ ഒരു ടീച്ചറോ അങ്കണവാടി പ്രവർത്തകയോ ഒരു 5 വയസ്സുകാരൻ ക്ലാസ്സിലിരുന്ന് എപ്പോഴും വിരൽ കുടിക്കുന്നത് കാണുന്നു.
അവരെ വഴക്ക് പറയരുതെന്ന് താങ്കൾ പറഞ്ഞു. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക? പ്രാക്ടിക്കലായിട്ട് എന്തുപദേശം കൊടുക്കാം? വഴക്കു പറയുന്നതും ശിക്ഷിക്കുന്നതും പലപ്പോഴും ഓപ്പോസിറ്റ് റിസൾട്ടാണ് ഉണ്ടാക്കുക. പകരം കുട്ടി വിരൽ കുടിക്കാതിരിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക, അത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ചെറിയ സമ്മാനങ്ങൾ, ഈ സ്റ്റാർ ചാർട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കുട്ടികൾക്കൊരു മോട്ടിവേഷനാകും. എപ്പോഴാണ് കുട്ടി ഇത് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഉത്കണ്ഠ തോന്നുമ്പോഴാണോ, ബോറടിക്കുമ്പോഴാണോ? ആ സമയത്ത് അവരുടെ ശ്രദ്ധ മാറ്റാൻ നോക്കുക. കൂടുതൽ സ്നേഹം, ശ്രദ്ധ അതൊക്കെ കൊടുക്കുക. രാത്രി ഉറക്കത്തിൽ അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ കയ്യിലൊരു സോക്സോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഗ്ലൗസോ ഇട്ടുകൊടുക്കുന്നത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റവും പ്രധാനം, 5 വയസ്സ് കഴിഞ്ഞിട്ടും ഈ ശീലം മാറുന്നില്ല, അല്ലെങ്കിൽ പല്ലുകളിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ നിർദ്ദേശിക്കുക. പസിഫയറുകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു 3-4 വയസ്സോടെ ഉപയോഗം നിർത്താൻ പ്രോത്സാഹിപ്പിക്കണം. ഈ ഓർത്തഡോണ്ടിക് പസിഫയറുകൾ താരതമ്യേന നല്ലതാണെന്ന് പറയാറുണ്ടെങ്കിലും അതും അധികകാലം ഉപയോഗിക്കുന്നത് നല്ലതല്ല. പെട്ടെന്ന് കേടാക്കും. ടങ് ത്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്തെങ്കിലും വിഴുങ്ങുമ്പോഴോ സംസാരിക്കുമ്പോഴോ നാക്ക് മുൻപല്ലുകൾക്ക് ഇടയിലേക്ക് തള്ളിവരുന്ന ഒരവസ്ഥയാണ്. ഇത് തിരിച്ചറിയാൻ ചില സൂചനകളുണ്ട്. ഈ മുൻവശത്തെ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ഒരു വിടവ്, ഓപ്പൺ ബൈറ്റ് കാണാം. സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ പോലുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ ഒരു വ്യക്തതക്കുറവ്, ലിസ്പിംഗ് പോലെ തോന്നാം. ചിലപ്പോൾ സാധാരണയിൽ കൂടുതൽ ഉമിനീര് വായിൽ നിന്ന് ഒലിക്കുന്നതായും കാണാം. ഇതിന്റെ കാരണങ്ങൾ പലതാകാം. ചിലപ്പോൾ ദീർഘകാലം വിരൽ കുടിച്ചതുകൊണ്ടാവാം, ചിലപ്പോൾ ടോൺസിലുകൾ വലുതായിരിക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ വായ തുറന്ന് ശ്വാസമെടുക്കുന്നത്, മൗത്ത് ബ്രീത്തിംഗ് കൊണ്ടുമാവാം. മുലയൂട്ടുന്നത് നാക്കിന്റെ ശരിയായ സ്ഥാനം പഠിക്കാൻ സഹായിക്കും എന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഓഹോ, അപ്പോ ഈ ശീലങ്ങളൊക്കെ തമ്മിൽ ഒരു കണക്ഷനുണ്ടെന്ന് തോന്നുന്നല്ലോ. താങ്കൾ വായ തുറന്ന് ശ്വാസമെടുക്കുന്നതിനെക്കുറിച്ച്, മൗത്ത് ബ്രീതിങ്ങിനെക്കുറിച്ച് പറഞ്ഞു. ചില കുട്ടികൾ എപ്പോഴും വായ ഇങ്ങനെ തുറന്നു പിടിച്ചാണ് ഇരിക്കുന്നത് കാണാറ്. അതൊരു ശീലം മാത്രമാണോ, അതോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ഥിരമായി മൂക്കിലൂടെ അല്ലാതെ വായിലൂടെ ശ്വാസമെടുക്കുന്നതാണ് മൗത്ത് ബ്രീത്തിംഗ്. ഇതൊരു ശീലമാകുന്നതിനേക്കാൾ പലപ്പോഴും മൂക്കിൽ ശ്വാസം എടുക്കാൻ എന്തെങ്കിലും തടസ്സമുള്ളതുകൊണ്ടാണ്. നേസൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അലർജി, അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, എൻലാർജ്ഡ് അഡിനോയിഡ്സ്, ടോൺസിലൈറ്റിസ്, സൈനസൈറ്റിസ് ഇതൊക്കെ കാരണമാകാം. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ: എപ്പോഴും ചെറുതായി തുറന്നിരിക്കുന്ന ചുണ്ടുകൾ, വരണ്ടതും പൊട്ടിയതുമായ ചുണ്ടുകൾ, മോണകളിൽ കാണുന്ന ചുവപ്പും വീക്കവും, അതായത് ജിഞ്ചിവൈറ്റിസ്. പിന്നെ കാലക്രമേണ മുഖത്തിന് നീളം കൂടിയതുപോലെയുള്ളൊരാകൃതി, ലോങ് ഫേസ് അപ്പിയറൻസ്, വായ്നാറ്റം, ഉറക്കത്തിൽ കൂർക്കം വലി, സ്നോറിംഗ് ഇതൊക്കെ കാണാം. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് മൂക്കിലെ തടസ്സത്തിന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോ ഈ നാക്ക് തള്ളലും വായ തുറന്ന് ശ്വാസമെടുക്കലും വെറും ശീലങ്ങൾ എന്നതിലുപരി ഒരുപക്ഷെ ഒരു അടിസ്ഥാന കാരണം കണ്ടെത്തേണ്ടതോ അല്ലെങ്കിൽ പ്രത്യേക വ്യായാമങ്ങൾ ആവശ്യമായതോ ആയ അവസ്ഥകളാണ്, അങ്ങനെ പറയാമല്ലേ? അതെ, വളരെ ശരിയാണ്. ടങ് ത്രസ്റ്റിങ്ങിന് ചിലപ്പോൾ നാക്കിനും ചുണ്ടിനുമുള്ള പ്രത്യേക വ്യായാമങ്ങൾ, മയോഫങ്ഷണൽ തെറാപ്പി എന്ന് പറയും, അത് നിർദ്ദേശിക്കാറുണ്ട്. അതായത് വായുടെയും മുഖത്തെയും പേശികളുടെ ശരിയായ പ്രവർത്തനം പരിശീലിപ്പിക്കുന്ന രീതി. മൗത്ത് ബ്രീതിങ്ങിന്റെ കാര്യത്തിൽ മൂക്കിലെ തടസ്സം മാറ്റുകയാണ് ഏറ്റവും പ്രധാനം. ഡെന്റിസ്റ്റിന് താടിയലിന്റെ വളർച്ച നിരീക്ഷിക്കാനും ശരിയായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ഒരു കുട്ടിയിൽ സ്ഥിരമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണാൻ നിർദ്ദേശിക്കണം. ഇനി പല മാതാപിതാക്കളെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് വരാം. ഉറക്കത്തിൽ പല്ല് കടിക്കുന്നത്, ടീത്ത് ഗ്രൈൻഡിംഗ് അഥവാ ബ്രെക്സിസം. ആ ഒരു ഞെരുക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ശരിക്കും പേടി തോന്നാം. ഇത് പുതിയ പല്ലുകൾ വരുമ്പോൾ മാത്രമുള്ളതാണോ, അതോ ഇതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ടോ? ബ്രെക്സിസം എന്ന് പറയുന്ന ഈ അവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ട്. പുതിയ പല്ലുകൾ വരുമ്പോഴുള്ള ഒരു അസ്വസ്ഥത അതൊരു കാരണമാകാം. എന്നാൽ അതിനപ്പുറം കുട്ടികളിലെ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്, ഉത്കണ്ഠ, ആങ്സൈറ്റി, ചെവിയിലോ താടിയെല്ലിലോ ഉള്ള വേദന, അല്ലെങ്കിൽ പല്ലുകൾ ശരിയായി കൂട്ടിമുട്ടാത്ത അവസ്ഥ, മിസ് അലൈൻഡ് ടീത്ത് എന്നിവയെല്ലാം ഇതിലേക്ക് നയിക്കാം. ഇതിന്റെ ഫലമായിട്ട് പല്ലുകൾ തേഞ്ഞു പോകാം. ഫ്ലാറ്റൻഡ് ടീത്ത് എന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ താടിയെല്ലിന് വേദനയോ തലവേദനയോ ഉണ്ടാകാം. പല്ലിന് പുളിപ്പ് അനുഭവപ്പെടാം. അപ്പോ ഈ പല്ലുകടിക്ക്
ഒരു ഡെന്റിസ്റ്റ് ചിലപ്പോൾ രാത്രിയിലിടാൻ ഒരു നൈറ്റ് ഗാർഡ് തന്നേക്കാം. പക്ഷേ യഥാർത്ഥ കാരണം ചിലപ്പോൾ കുട്ടിയുടെ മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടതാകാം എന്നാണോ പറയുന്നത്? ഒരു പരീക്ഷാ പേടിയോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെയൊക്കെ? വളരെ ശരിയാണ്. അതായത് ഇതൊരു ശാരീരികമായ ശീലമായി നമ്മൾ കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് കുട്ടിയുടെ ഉള്ളിലുള്ള പറയാത്ത ഉത്കണ്ഠയുടെയോ സമ്മർദ്ദത്തിന്റെയോ ഒരു പുറത്തേക്കുള്ള പ്രകടനമാകാം. അതുകൊണ്ട് ചികിത്സയിൽ പല്ലിനെ സംരക്ഷിക്കുന്നതോടൊപ്പം കുട്ടിക്ക് ഈ സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് കുറയ്ക്കാനും ശ്രമിക്കണം. ഉദാഹരണത്തിന്, ഉറങ്ങുന്നതിന് മുൻപ് കുറച്ചുകൂടി ശാന്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക, കഥകൾ വായിച്ചു കേൾപ്പിക്കുക, അമിതമായ സ്ക്രീൻ സമയം കുറയ്ക്കുക, സ്കൂളിലെയോ വീട്ടിലെയോ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കൊടുക്കുക. ഇതൊക്കെ പ്രധാനമാണ്. ഒരു സന്തോഷവാർത്ത എന്താന്ന് വെച്ചാൽ മിക്ക കുട്ടികളിലും ഈ സ്ഥിരം പല്ലുകൾ പൂർണ്ണമായി വന്നുകഴിയുമ്പോൾ, അതായത് ഒരു 6-7 വയസ്സോടെ ഈ ശീലം തനിയെ കുറയുകയോ മാറുകയോ ചെയ്യാറുണ്ട്. ഇതിനോട് സമാനമായി ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട് കാണുന്ന മറ്റൊരു ശീലമാണല്ലോ നഖം കടിക്കൽ, നെയിൽ ബൈറ്റിംഗ്. ഇത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിലും കൗമാരക്കാരിലുമൊക്കെയാണ് കൂടുതൽ കാണാറല്ലേ? ഇതൊരു ശല്യമുള്ള ശീലമെന്നതിനപ്പുറം പല്ലിന് വല്ല ദോഷവും ചെയ്യുമോ? ചെയ്യാം. നെയിൽ ബൈറ്റിംഗ് പ്രധാനമായും ഉത്കണ്ഠ, ബോറടി എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് മുൻപല്ലുകളിൽ ചെറിയ പൊട്ടലുകൾ, ചിപ്ഡ് ടീത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നഖത്തിനും ചുറ്റുമുള്ള തൊലിക്കും കേടുപാടുകൾ വരുത്താം. പിന്നെ കയ്യിലെ അണുക്കൾ എളുപ്പത്തിൽ വായിലെത്താനും ഇത് കാരണമാകും. ഇവിടെയും കുട്ടിയെ വഴക്കു പറയുകയോ കളിയാക്കുകയോ ചെയ്യരുത്. പകരം ഈ ശീലത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഈ സമ്മർദ്ദം കുറയ്ക്കാനുള്ള വഴികൾ, റിലാക്സേഷൻ ടെക്നിക്സൊക്കെ പഠിപ്പിക്കുന്നതും നല്ലതാണ്. ചിലപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൈപ്പുള്ള നെയിൽ പോളിഷുകൾ, ബിറ്റർ നെയിൽ സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. അവസാനമായി, ഈ ശീലങ്ങളുടെ കൂട്ടത്തിൽ ചുണ്ടുമായി ബന്ധപ്പെട്ട ശീലങ്ങളെക്കുറിച്ച് ലിപ്പ് ഹാബിറ്റ്സ് കൂടി പറയാമോ? ചുണ്ട് കടിക്കുക അല്ലെങ്കിൽ ചുണ്ട് നക്കുക അങ്ങനെയുള്ളവ. ഇത് അത്ര ദോഷമില്ലാത്ത ഒന്നായി തോന്നാം. അതും ശ്രദ്ധിക്കണോ? അതും ശ്രദ്ധിക്കണം. നാണമോ ഉത്കണ്ഠയോ ഒക്കെ തോന്നുമ്പോൾ ചില കുട്ടികൾ ചുണ്ടു കടിക്കുകയോ നക്കുകയോ ചെയ്യാം. ഇത് ചുണ്ടുകൾ വരണ്ടു പൊട്ടാനും, ചാപ്ഡ് ലിപ്സ് എന്ന് പറയും, ചിലപ്പോൾ വ്രണങ്ങളുണ്ടാകാനും കാരണമാകും. അതോടൊപ്പം സ്ഥിരമായി താഴത്തെ ചുണ്ടു കടിക്കുന്നത് മുകളിലെ പല്ലുകൾ പുറത്തേക്ക് തള്ളാനും, ഓവർജെറ്റ് വരാനും, താഴത്തെ പല്ലുകൾ ഉള്ളിലേക്ക് വലിയാനും ഇടയാക്കും. ചുണ്ടുകൾ വരളാതിരിക്കാൻ ലിപ് ബാം ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കാം. കുട്ടിയുടെ ശ്രദ്ധ മാറ്റാൻ കയ്യിലൊരു ചെറിയ കളിപ്പാട്ടമോ മറ്റോ കൊടുക്കുന്നതും ഒരുപക്ഷെ സഹായിച്ചേക്കാം. പല്ലുകളുടെ സ്ഥാനത്തിൽ കാര്യമായ മാറ്റമുണ്ടെങ്കിൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നേക്കാം. ശരി, അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പല വായശീലങ്ങളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി സംസാരിച്ചു. ഇനി നമുക്ക് പല്ലുകളിൽ തന്നെ കാണുന്ന ചില അസാധാരണത്വങ്ങളെക്കുറിച്ച്, ഡെന്റൽ അബ്നോർമാലിറ്റീസിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഒരു ശീലം കൊണ്ടല്ലാതെ പല്ലുകളുടെ എണ്ണത്തിലോ രൂപത്തിലോ നിറത്തിലോ ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ് സാധാരണയായി കാണുന്നത്? അതെ, ചിലപ്പോ പല്ലുകൾ വളർന്നു വരുമ്പോ തന്നെ ചില വ്യത്യാസങ്ങൾ കാണാം. ഇവയെക്കുറിച്ചോർത്ത് അധികം പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. സാധാരണയായി കാണുന്ന ചിലത് പറയാം. 1. പല്ലുകളില്ലാതിരിക്കുക, മിസ്സിംഗ് ടീത്ത്. അതായത് പാൽപ്പല്ല് പോയ സ്ഥാനത്ത് സ്ഥിരം പല്ല് മുളച്ചു വരാതിരിക്കുന്ന ഒരവസ്ഥ. ഇത് പാരമ്പര്യമായിട്ടും വരാം. ഒരു എക്സ്റേ എടുത്താൽ പല്ല് ഇല്ലയോ അതോ വരാൻ വൈകുന്നതാണോന്ന് ഉറപ്പിക്കാൻ പറ്റും. ആവശ്യമെങ്കിൽ പല്ലുകൾ ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഓർത്തോഡോണ്ടിക് ചികിത്സയോ മറ്റു ചികിത്സകളോ വേണ്ടിവരും. 2. അധികമുള്ള പല്ലുകൾ, എക്സ്ട്രാ ടീത്ത് അല്ലെങ്കിൽ സൂപ്പർ ന്യൂമററി ടീത്ത് എന്ന് പറയും. സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ പല്ലുകൾ വായിൽ കാണുന്നത്. ഇത് മിക്കവാറും മുൻവശത്തെ പല്ലുകൾക്കിടയിലാണ് കാണാറ്. ഇത് മറ്റു പല്ലുകൾ നിരതെറ്റാൻ, ക്രൗഡിംഗ് ഉണ്ടാവാൻ കാരണമായേക്കാം. ഡെന്റിസ്റ്റ് അത് എടുത്തു മാറ്റണോ അതോ നിരീക്ഷിച്ചാൽ മതിയോ എന്ന് തീരുമാനിക്കും. 3. പല്ലുകളുടെ രൂപത്തിലെ വ്യത്യാസം, അബ്നോർമൽ ടൂത്ത് ഷേപ്സ്. ചിലപ്പോൾ പല്ലുകൾക്ക് സാധാരണയിൽ കവിഞ്ഞ കൂർത്ത ആകൃതിയാകാം, പെഗ് ഷേപ്ഡ് ടീത്ത് എന്ന് പറയും. അല്ലെങ്കിൽ 2 പല്ലുകൾ ഒന്നിച്ചു ചേർന്ന പോലെ കാണാം, ഫ്യൂസ്ഡ് ടീത്ത്. ഇതും പല്ല് രൂപപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്.
ഇതിന് ഭംഗി വർദ്ധിപ്പിക്കാനുള്ള കോസ്മെറ്റിക് ചികിത്സകളോ ബോണ്ടിംഗ്, ക്രൗൺസ് പോലുള്ളവ അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിക് ചികിത്സയോ വേണ്ടി വന്നേക്കാം. 4. പല്ലുകളിലെ നിറവ്യത്യാസം, ഡാർക്ക് കളേർഡ് ടീത്ത്. ഒരു പ്രത്യേക പല്ലിന് മാത്രം കടുത്ത നിറം വരുന്നത്. ഇത് പല്ലിനു മുമ്പ് എപ്പോഴെങ്കിലും സംഭവിച്ച ക്ഷതം, ഇഞ്ചുറി അല്ലെങ്കിൽ അണുബാധ, ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ പല്ലിന്റെ ഉള്ളിലെ ധാതുക്കളുടെ അളവിലെ കുറവ്, പുവർ മിനറലൈസേഷൻ എന്നിവ കൊണ്ടൊക്കെ ആകാം. വേദനയോ നീരോ ഇല്ലെങ്കിൽ സാധാരണയായി ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണിക്കണം. ചികിത്സ, പൾപ്പ് ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വന്നേക്കാം. ഈ പറഞ്ഞതൊക്കെ ഡെന്റൽ ക്ലിനിക്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. എന്നാൽ കുറച്ചുകൂടി സങ്കീർണമായ, ജനന സമയത്ത് തന്നെ കാണുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, മുച്ചുണ്ടും അണ്ണാക്കിലെ വിടവും, ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ്. ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ശ്രോതാക്കൾക്കൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഗർഭാവസ്ഥയിൽ കുഞ്ഞിന്റെ മുഖം രൂപപ്പെടുന്ന സമയത്ത് ചുണ്ടുകളുടെയോ വായുടെ മേൽത്തട്ടിന്റെയോ, അതായത് അണ്ണാക്ക്, പാലറ്റ് എന്ന് പറയും, അതിന്റെ ഭാഗങ്ങൾ ശരിയായി കൂടിച്ചേരാതെ വരുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്. ചുണ്ടിൽ മാത്രമുള്ള വിടവിനെ ക്ലെഫ്റ്റ് ലിപ്പ് എന്നും അണ്ണാക്കിൽ വിടവുള്ളതിനെ ക്ലെഫ്റ്റ് പാലറ്റ് എന്നും ചിലപ്പോൾ രണ്ടും ഒരുമിച്ചും കാണാറുണ്ട്. ഇതിന്റെ കാരണം കൃത്യമായി പറയാൻ കഴിയില്ല. പാരമ്പര്യം, ഗർഭകാലത്തെ ചില മരുന്നുകളുടെ ഉപയോഗം, പോഷകാഹാരക്കുറവ് തുടങ്ങി പല ഘടകങ്ങൾ ഇതിനു പിന്നിലുണ്ടാകാം. ഏകദേശം 700 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരാൾക്ക് എന്ന കണക്കിൽ ഇത് കാണുന്നുണ്ട്. ഈ അവസ്ഥയുള്ളൊരു കുഞ്ഞിന് ജനിക്കുമ്പോൾ തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും? തീർച്ചയായും ഭക്ഷണം കഴിക്കുന്നതിനെയൊക്കെ ബാധിക്കുമല്ലോ അല്ലേ? അതെ, പ്രധാന വെല്ലുവിളി ഭക്ഷണം കഴിക്കുന്നതിലാണ്. സാധാരണ പോലെ മുലപ്പാല് വലിച്ചു കുടിക്കാൻ പ്രയാസമുണ്ടാകും. അതിനായിട്ട് പ്രത്യേകതരം ബോട്ടിലുകൾ, സ്പെഷ്യൽ ഫീഡ് ബോട്ടിൽസ് ഉപയോഗിക്കേണ്ടി വരും. അണ്ണാക്കിൽ വിടവുള്ളതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശബ്ദം മൂക്കിലൂടെ പുറത്തേക്ക് പോകാൻ നേസൽ സ്പീച്ച് എന്ന് പറയും. അതിനും സംസാര വൈകല്യങ്ങൾക്കും സാധ്യതയുണ്ട്. അതിന് സ്പീച്ച് തെറാപ്പി ആവശ്യമായി വരും. ചെവിയും വായയുടെ ഉൾഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ട്യൂബുകളുടെ പ്രവർത്തനത്തിൽ വ്യത്യാസം വരാം. ഇത് ഇടയ്ക്കിടെ ചെവിയിൽ അണുബാധ, ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ കാരണമാകാം. പല്ലുകളുടെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ടാവാം. പല്ലുകൾ ഇല്ലാതിരിക്കുകയോ സ്ഥാനം തെറ്റുകയോ എണ്ണം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ വളരെ സങ്കീർണമായി തോന്നുന്നു. ഇതിന്റെ ചികിത്സാരീതി എങ്ങനെയാണ്? ഈ അവസ്ഥയുള്ള കുട്ടികൾക്ക് സാധാരണ ജീവിതം സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. ഇതിന്റെ ചികിത്സ ഒരു ടീം അപ്രോച്ചാണ്. അതായത് ഒരു കൂട്ടായ സമീപനം. ശിശുരോഗ വിദഗ്ധൻ, പ്ലാസ്റ്റിക് സർജൻ, ഓർത്തോഡോണ്ടിസ്റ്റ്, പല്ലുകൾ നിരയാക്കുന്ന ഡോക്ടർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ENT സ്പെഷ്യലിസ്റ്റ് എന്നിവരെല്ലാം ഈ ടീമിന്റെ ഭാഗമാകും. ക്ലെഫ്റ്റ് ലിപ്പ് ശരിയാക്കാനുള്ള സർജറി സാധാരണയായി കുഞ്ഞിന് ഒരു 2 മുതൽ 5 മാസം പ്രായമുള്ളപ്പോഴും ക്ലെഫ്റ്റ് പാലറ്റ് സർജറി 6 മുതൽ 24 മാസം പ്രായത്തിനുള്ളിലുമാണ് ചെയ്യാറ്. പിന്നീട് വളർച്ചയ്ക്കനുസരിച്ച് പല്ലുകൾ ശരിയാക്കാനും സംസാരം മെച്ചപ്പെടുത്താനും മറ്റു ചികിത്സകളും വേണ്ടിവരും. ഇവിടെ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം ഇതാണ്: ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഈ അവസ്ഥയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സാധാരണവും സന്തോഷകരവുമായ ജീവിതം നയിക്കാൻ കഴിയും. അതിന് നേരത്തെയുള്ള കണ്ടെത്തലും ശരിയായ ചികിത്സാ മാർഗനിർദ്ദേശവുമാണ് ആവശ്യം. ഇത്രയും വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒന്നുകൂടി വരാം. ആരോഗ്യപ്രവർത്തകർ, ടീച്ചർമാർ, അങ്കണവാടി ജീവനക്കാർ, വോളണ്ടിയർമാർ, ഇവർക്ക് ഈ അറിവ് എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഒരു കുട്ടിയുടെ ദന്താരോഗ്യ സംരക്ഷണത്തിൽ അവരുടെ പങ്ക്, അതൊരു നിർണായകമായ പങ്ക് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അവരുടെ പങ്ക് വളരെ വലുതാണ്. കാരണം കുട്ടികളുമായി ഏറ്റവും കൂടുതൽ സമയം ഇടപഴകുന്നത് നിങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. 1. നിരീക്ഷണം, ഒബ്സർവ്. കുട്ടികളെ ശ്രദ്ധിക്കുക. സ്ഥിരമായി വിരൽ കുടിക്കുകയാണോ? വായ തുറന്നു വെച്ചിരിക്കുകയാണോ? പല്ലുകൾക്ക് നിറവ്യത്യാസമുണ്ടോ? സംസാരിക്കുമ്പോൾ വ്യക്തതക്കുറവുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും 5 വയസ്സിനു മുകളിലുള്ള കുട്ടികളിൽ കാണുന്ന ശീലങ്ങൾ. 2. ആശയവിനിമയം, കമ്മ്യൂണിക്കേറ്റ്. എന്തെങ്കിലും അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടാൽ മാതാപിതാക്കളോട് വളരെ സൗമ്യമായി, അവരെ പേടിപ്പിക്കാതെ ആ വിവരം പങ്കുവെക്കുക. നിങ്ങളുടെ നിരീക്ഷണം ഒരു സഹായമായാണ് നൽകുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. 3. പ്രോത്സാഹനം, എൻകറേജ്.
നല്ല ശീലങ്ങൾ പാലിക്കുമ്പോൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ശിക്ഷയോ കളിയാക്കലോ ഒഴിവാക്കുക. 4. റഫറൽ. ആവശ്യമെന്ന് തോന്നിയാൽ ഒരു ഡെന്റൽ ക്യാമ്പിലേക്കോ ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യലിസ്റ്റുകളിലേക്കോ, ഉദാഹരണത്തിന് മൗത്ത് ബ്രീത്തിങ്ങിന് ഒരു ENT ഡോക്ടറെ കാണിക്കാൻ നിർദ്ദേശിക്കുക. നേരത്തെയുള്ള ഇടപെടൽ വളരെ പ്രധാനമാണ്. 5. ബോധവൽക്കരണം. എഡ്യൂക്കേറ്റ്. അങ്കണവാടികളിലും സ്കൂളുകളിലും ലളിതമായ കഥകളിലൂടെ, ചിത്രങ്ങളിലൂടെ, കളികളിലൂടെയൊക്കെ ദന്താരോഗ്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. 6. സഹാനുഭൂതി. എംപത്തൈസ്. ഓർക്കുക, പല ശീലങ്ങളും കുട്ടികൾ സ്വയം ആശ്വാസം കണ്ടെത്താൻ ചെയ്യുന്നതാണ്, അല്ലാതെ വാശികൊണ്ടോ അനുസരണക്കേടുകൊണ്ടോ അല്ല. ദയയോടെയും സ്നേഹത്തോടെയും അവരെ സമീപിക്കുക. നിങ്ങൾ ആരോഗ്യ പരിപാലന ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണ്. വളരെ വ്യക്തമായി പറഞ്ഞു. വിരൽ കുടിക്കുന്നത് പോലെയുള്ള ചെറിയ ശീലങ്ങൾ മുതൽ ക്ലെഫ്റ്റ് പാലറ്റ് പോലുള്ള കുറച്ചുകൂടി ഗൗരവമുള്ള അവസ്ഥകൾ വരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നേരത്തെയുള്ള നിരീക്ഷണവും സ്നേഹത്തോടെയുള്ള ഇടപെടലും ആവശ്യമെങ്കിൽ ശരിയായ സമയത്തുള്ള വിദഗ്ധ സഹായവുമാണ് ഏറ്റവും പ്രധാനമെന്നതാണ്, അല്ലേ? അതെ, അതുതന്നെയാണ് ഇതിന്റെ കാതൽ. ചുരുക്കി പറഞ്ഞാൽ, ചെറുപ്പത്തിലെ ശീലങ്ങൾ, ഈ വിരൽക്കുടി, പാസിഫയർ ഉപയോഗം ഒക്കെ 4-5 വയസ്സുവരെ സാധാരണമാണ്. അതിനുശേഷവും തുടർന്നാൽ ശ്രദ്ധിക്കുക. നാക്ക് തള്ളൽ, വായ തുറന്ന ശ്വാസമെടുക്കൽ എന്നിവയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്തണം. പല്ലുകടി പലപ്പോഴും തനിയെ മാറുമെങ്കിലും കുട്ടിയുടെ മാനസിക സമ്മർദ്ദവും പരിഗണിക്കണം. പല്ലുകളിലെ വ്യത്യാസങ്ങളും മുച്ചുണ്ടുപോലുള്ള അവസ്ഥകളും നേരത്തെ കണ്ടെത്തിയാൽ ഫലപ്രദമായി ചികിത്സിക്കാം. ഇവിടെയെല്ലാം നിങ്ങളുടെ ശ്രദ്ധയും ഇടപെടലും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കും. നിങ്ങളുടെ ഈ അറിവും ശ്രദ്ധയും ഒരു കുട്ടിയുടെ ആരോഗ്യകരമായ പുഞ്ചിരിക്കും ശരിയായ വളർച്ചയ്ക്കും തീർച്ചയായും വലിയൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല. ഈ ചർച്ച നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പ്രധാനമായും ശീലങ്ങളുടെയും പല്ലുകളുടെയും ഒരു ഫിസിക്കൽ സൈഡിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഒരു ചിന്തയ്ക്കു വേണ്ടി ഞാനിത് പറയട്ടെ. ഇതിന്റെ മറുവശം ചിന്തിച്ചിട്ടുണ്ടോ? അതായത്, പല്ലുകൾ നിരതെറ്റിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ശീലം കാരണം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ ഒരു കുട്ടിക്ക് അത് ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള മടിയോ ഉണ്ടാക്കുമോ? ക്ലാസ് മുറിയിൽ വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തത് അവരുടെ പഠനത്തെ എങ്ങനെ ബാധിക്കാം? ഇത് പല്ലുകളുടെ മാത്രം പ്രശ്നമല്ല, കുട്ടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെയും സന്തോഷത്തെയും ബാധിക്കുന്ന ഒന്നാണ്. ഈയൊരു തലം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ? ഇത് നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാനായി വിടുന്നു. വളരെ പ്രസക്തമായൊരു ചിന്തയാണ്. ശരിയാണ്. ഈ ആഴത്തിലുള്ള സംഭാഷണത്തിന് വളരെ നന്ദി. ദ ഡീപ് ഡൈവിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.